ഇനി നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ലോക് ഭവൻ കേരള പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറുടെ ചിത്രവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും കൂട്ടത്തിലാണ് സവർക്കർ ഇടം നേടിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഗവർണറിൽ നിന്ന് കലണ്ടർ ഏറ്റുവാങ്ങിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും. പ്രതീഷ്, ഇപ്പോൾ ലോക് ഭവൻ, നേരത്തെ രാജ്ഭവൻ, അങ്ങനെ എല്ലാ വർഷവും ഈ കലണ്ടർ പുറത്തിറക്കുക ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് കണ്ടിട്ടില്ല. ഒരുപക്ഷെ സവർക്കറുടെ ചിത്രം ഉൾപ്പെട്ട് ഒരു വിവാദമായതുകൊണ്ടായിരിക്കാം വാർത്ത വരുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ ഒരു കലണ്ടർ രാജ്ഭവൻ അല്ലെങ്കിൽ ഈ ലോക് ഭവൻ പുറത്തിറക്കാറുണ്ടായിരുന്നു? വിജയകുമാർ, ഇതാദ്യമായാണ് ലോക് ഭവൻ ഒരു കലണ്ടർ പുറത്തിറക്കുന്നത്. 2026 കലണ്ടറിലാണ് സവർക്കറിന്റെ ചിത്രവും ലോക് ഭവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദേശീയ സംസ്ഥാന നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് സവർക്കറുടെ ചിത്രവും ഇപ്പോൾ ലോക് ഭവൻ പുറത്തിറക്കിയ കലണ്ടറിൽ വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ ഗവർണറിൽ നിന്ന് ഈ കലണ്ടർ സ്വീകരിക്കുകയും അത് ഏറ്റുവാങ്ങി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ലോക് ഭവനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും തുടരുന്നുണ്ട്. ആ വിവാദങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക് ഭവൻ ആദ്യമായി പുറത്തിറക്കിയ കലണ്ടറിൽ സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും ചിത്രങ്ങൾ ഈ കലണ്ടറിൽ ഉണ്ട്. അതിനൊപ്പമാണ് സവർക്കറുടെ കൂടി ചിത്രം ലോക് ഭവൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ, നാളെ ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കൂടി ഇത് വഴിവെച്ചേക്കാം. രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വരും. ഈ ലോക് ഭവനെ ഇത്തരത്തിൽ RSS അനുകൂല ഒരു ഇടമാക്കി മാറ്റുന്നതിൽ വലിയ പ്രതിഷേധം CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചതാണ്. അതായിരുന്നു ഭാരതാംബ വിവാദമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതും വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് നേരിട്ട് ലോക് ഭവനിലെത്തി ഈ കലണ്ടർ ഏറ്റുവാങ്ങുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിജയകുമാർ. ഭാരതാംബ വിവാദത്തിന് പിന്നാലെയാണ് ഈ കലണ്ടറിൽ സവർക്കറിന്റെ ചിത്രം ഉൾപ്പെട്ടു എന്ന അതിനെ ചുറ്റിപ്പറ്റി ഇനിയും അതിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 2026 ലോക് ഭവന്റെ കലണ്ടറിലാണ് സവർക്കറുടെ ചിത്രമുള്ളത്. ലോക് ഭവൻ, പഴയ രാജ്ഭവനൊന്നും ഇത്തരം കലണ്ടറുകൾ പുറത്തിറക്കാറില്ല. ഇതാദ്യമായാണ് അത്തരമൊരു കലണ്ടർ പുറത്തിറക്കുന്നത്. അതിലാണ് സവർക്കറുടെ ചിത്രവും ഉൾപ്പെട്ടത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.